ഉക്രൈൻ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ റഷ്യ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ഗ്ലോബൽ മാർക്കറ്റ് കൂടുതൽ വോളറ്റൈലാവുകയും ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പല മാർക്കറ്റുകളിലും കഴിഞ്ഞ ദിവസം സെല്ലിംഗ് വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സ് 1.49% ഇടിഞ്ഞു. നവംബർ 22 ശേഷമുള്ള ഏറ്റവും വലിയ സെല്ലിങ്ങിനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 11,000 കോടി രൂപയ്ക്ക് മുകളിൽ, അതായത് 11,756 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,718 കോടി രൂപയുടെ ബൈയിങ് നടത്തി രൂപയുടെ മൂല്യം കൂടുതൽ വീക്ക് ആവുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്ത ചില ടെക്നിക്കൽ ഗ്ലച്ചസിൻ്റെയും കൂടാതെ കസ്റ്റമർ ഡേറ്റ ലീക്ക് ആവുകയും IRDA വരുത്തിയ ചില ഇൻഷുറൻസ് പോളിസികളുടെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് സെക്ടറിലെ HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ SBI ലൈഫ് ഇൻഷുറൻസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബദലാപൂരിലെ പ്ലാന്റിൽ ഓപ്പറേഷൻസ് പുനരാരംഭിച്ചിട്ടുണ്ട്. നവംബർ 28 തീയതി മുതൽ പ്ലാന്റിലെ ആക്ടിവിറ്റീസ് ഫുള്ളി റീസ്റ്റോർ ആകും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ന്യൂ എനർജി പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വേവ് ടെക് ഹീലിയം എന്ന കമ്പനിയുടെ 21% സ്റ്റേക്കുകൾ $12 മില്യൺ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ന്യൂ എനർജി ബിസിനസ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ന്യൂവോക്കോ വിസ്റ്റ കോർപ്സ് എന്ന കമ്പനി വന്യ കോർപ്സ് എന്ന കമ്പനിയെ അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിക്കഴിഞ്ഞു. സിമെൻറ്റസ് പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഈ അക്വിസിഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി രൂപീകരിച്ചത്. PC ജുവലേഴ്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നു. 1:10 എന്ന റേഷ്യോയിലാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരുന്നത്. ഡിസംബർ 16 സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ്. എമിഷൻസുമായി ബന്ധപ്പെട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിക്ക് 7,300 കോടി രൂപയുടെ പെനാൽറ്റി ലഭിച്ചു എന്നുള്ള വാർത്തയിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകൾ ഫാക്ച്വലി ഇൻകറക്റ്റ് ആണെന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ M&M എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി അസസ്മെൻറ്റിൽ അദാനി പവർ 100-ൽ 67 സ്കോർ അച്ചീവ് ചെയ്തത് അദാനി പവറിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. IIFL ഫിനാൻസ് എന്ന കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 100 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ചില കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുന്നു. ഷീല ഫോം എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് 25,000 ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി നവംബർ 27 സെൽ ചെയ്തു. കൂടാതെ സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 7.62 ലക്ഷം ഷെയറുകളാണ് ഓഫ് ലോഡ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്